തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഭീഷണി മുഴക്കിയ യൂത്ത് ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖിനെതിരെ തിരൂരങ്ങാടി പോലീസാണ് കേസെടുത്തത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു പ്രസംഗം. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഫെബിനയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. നേരത്തെ ഡോക്ടർ ഫെബിന ചികിത്സയ്ക്കെത്തിയ യുവാവിനെതിരെ നൽകിയ മറ്റൊരു പരാതിയിൽ വേങ്ങര കൂരിയാട് സ്വദേശിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ആശുപത്രി കവാടത്തിന് മുന്നിൽ നടന്ന സമരത്തിൽ നടത്തിയ പ്രസംഗത്തിൽ യു എ റസാഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 4 ഡോക്ടർമാരെയും പേരെടുത്ത് അവഹേളിച്ചും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രകോപനപരമായും ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും പ്രസംഗിച്ചു എന്നാണ് ഫെബിന പരാതിയിൽ ഉന്നയിക്കുന്നത്. അതേസമയം താൻ ആരുടെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ലെന്നും തെണ്ടിത്തരം കാണിക്കുന്ന ചില ഡോക്ടർമാർ എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് റസാഖ് പറഞ്ഞു. കേസിനെ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർമാർ സ്വഭാവദൂഷ്യം തിരുത്തുന്നതുവരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഫെബിന നൽകിയ പരാതി പ്രകാരമാണ് കേസെടുത്തത്. ഒരു ഡോക്ടറുടെയും പേര് പരാമർശിക്കാതെ തെണ്ടിത്തരം കാണിക്കുന്ന ഡോക്ടർമാർക്കെതിരെ ചില ഡോക്ടർമാർക്കെതിരെ പ്രത്യേകം ഞാൻ ഉപയോഗിച്ച വേടാണ്. ആ പ്രസംഗം കേട്ടാൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അത്തരം തെണ്ടിത്തരം കാണിക്കുന്ന ഡോക്ടർമാരെ ഉദ്ദേശിച്ച് നടത്തിയ പ്രസംഗത്തിൽ ഈ ഡോക്ടർ ഫെബിന തന്നെ ഞാൻ അങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്നുണ്ട് എന്ന് സ്വയം അടയാളപ്പെടുത്തി ഒരു പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കേസിനെ നിയമപരമായി നേരിടും. ഡോക്ടർമാർ സ്വഭാവ ദൂഷ്യം തിരുത്തുന്നത് വരെ പ്രക്ഷോഭവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു ജനകീയ പ്രക്ഷോഭം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ള നിലക്കാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രസംഗം നടത്താനുണ്ടായ സാഹചര്യം പാവപ്പെട്ട ഒരു വയസ്സുകാരന് ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സ നിഷേധിച്ചു. രക്തം വാർന്ന് ആ കുട്ടിയുടെ ജീവന് വരെ അപകടത്തിലാകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഡോക്ടർ അവരെ ചികിത്സിക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെയാണ് ഒരു 56-കാരനായ അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം മരണപ്പെട്ടതും ചികിത്സ ലഭിക്കാതെയാണ്. അതുപോലെ ഈ വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അതും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും എനിക്കെതിരെ എടുത്ത കേസ് നിയമപരമായിട്ട് തന്നെ നേരിടും. അതിൽ എന്ത് ശിക്ഷ വന്നാലും അതിൻ്റേതായ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണ്, ജനങ്ങളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായമാണ് ഞാനും ഏറ്റുപറഞ്ഞത്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ കേസിനെ നേരിടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർമാരെ വഴിയിൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു യു എ റസാഖിന്റെ ഭീഷണി. ആശുപത്രിയിൽ വെച്ച് കൈകാര്യം ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ എന്നും വേണ്ടിവന്നാൽ പുറത്തിറങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നും യു എ റസാഖ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഡോക്ടർമാർ തെമ്മാടികളാണെന്നും റസാഖ് ആക്ഷേപിച്ചിരുന്നു. ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാരുടെ അനാസ്ഥയെ ആരോപിച്ച് നടത്തിയ സമരത്തിനിടെയായിരുന്നു വിവാദ പ്രസംഗം. ഭീഷണിക്ക് പിന്നാലെ KGMOയെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. യു എ റസാഖിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.